Hello dears, welcome to the class. Today we are going to introduce a new unit. Unit name is Amy's birthday. Okay, let's start our class. Happy birthday Amy. ആമിയുടെ പിറന്നാളാണ്. എന്നാണ്? ഓഗസ്റ്റ് 10. ഓഗസ്റ്റ് 10-ാം തീയതിയാണ് ആമിയുടെ ബർത്ത്ഡേ. എല്ലാവരും കൂടി അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്കും ബർത്ത്ഡേ ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവർക്കും അറിയാം എന്തൊക്കെയായിരിക്കും അറേഞ്ച്മെൻറ്റ്സ് എന്ന്. ആ വീൽ ചെയറിൽ ഇരിക്കുന്നതാണ് ആമി. കണ്ടില്ലേ? ആളുടെ തലയിൽ ഒരു ഹാറ്റൊക്കെ ഉണ്ട്. പിന്നെയോ ബലൂൺസൊക്കെ ഫ്രണ്ട്സുകൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ലെറ്റ്സ് ഡെക്കറേറ്റ് ദ ക്ലാസ് റൂം. അപ്പോൾ ക്ലാസ് റൂമിലാണ് അവർ ഡെക്കറേഷൻസ് നടത്തുന്നത്. ഹായ് ആമി. അപ്പോൾ ആമിയെ കണ്ടപ്പോൾ ഒരു കുട്ടി ഹായ് ആമി എന്ന് പറയാണ്. ആ വിളിച്ചത് മിഴിയാണ്. There were 9 children in the classroom together with Ami. Now there are 10. 9 and 1 make 10. ആ ക്ലാസ്സിൽ ഡെക്കറേഷൻസ് ചെയ്തിരുന്നത് 9 പേരായിരുന്നു. അപ്പോൾ അവിടേക്ക് ആമി കൂടി വന്നു അല്ലേ? അപ്പോൾ എത്ര പേരായി? 9ഉം 1ഉം. 9 + 1 = 10. 10 പേരായി. 9 and 1 make 10. 10 പേരാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9 വരെയാണ് കൗണ്ട് ചെയ്യാൻ പഠിച്ചിരുന്നത്. ഇപ്പോൾ 9ൻ്റെ കൂടെ 1 കൂടി കൂട്ടിയാൽ 10 എന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ എങ്ങനെയാണ് 10 എന്ന് എഴുതുക? 1 0. ഇതാണ് 10 എന്ന് പറയുന്നത്. കണ്ടില്ലേ? നമ്മുടെ രണ്ട് കയ്യിലുമുള്ള ഫിംഗേഴ്സിൽ നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് 10 എന്ന് എഴുതുന്നത്. ഐ വിൽ ഓൾസോ ഹെൽപ്പ് ടു ടൈ അപ്പ് ദ ബലൂൺസ്. ഞാനും കൂടി ബലൂൺസ് കെട്ടാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അഹാൻ ജോയിൻഡ് ദം. ഹൗ മെനി നൗ? അങ്ങനെ അഹാൻ എന്ന കുട്ടി കൂടി അവരുടെ ഗ്രൂപ്പിലേക്ക് വന്നു. 10 and 1 make 11. 10 പേരാണ് ഉണ്ടായിരുന്നത്. അഹാൻ കൂടി വന്നപ്പോൾ ഇപ്പോൾ എത്ര പേരായി? 10 + 1 = 11. 11 പേരായി. 10 എന്ന് എഴുതിയപ്പോൾ നമ്മൾ 1 0 എന്നെഴുതി. 10ൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 11 എന്നായി അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതും? 2 1 ആണ് എഴുതുന്നത്. കണ്ടില്ലേ? ഇതുപോലെ വേണം 11 എന്ന് എഴുതാനായി. ബർത്ത്ഡേ കാർഡ്സ്. സം ഓഫ് ദ ഫ്രണ്ട്സ് കെയിം വിത്ത് ഗ്രീറ്റിംഗ് കാർഡ്. ആമിയെ വിഷ് ചെയ്യാനായിട്ട് ആമിയുടെ കുറച്ച് ഫ്രണ്ട്സുകൾ ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വരി വരിയായിട്ട് നിന്നിട്ട് അത് ആമിക്ക് കൊടുക്കുകയാണ്. എത്ര പേരാണ് ആ ലൈനിലുള്ളത്? 1 2 3 4 5 6 7 8 9 10 11. 11 പേരാണ് ആ വരിയിലുള്ളത്. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. ഹൗ മെനി ആർ ഇൻ ദ ലൈൻ? എത്ര പേരാണ് ആ ലൈനിലുള്ളത്? 11 ആണ് അല്ലേ? ആമി വീൽ ചെയറിലാണ് നിൽക്കുന്നത്. 11 പേരാണ്. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് മിഴി ഫ്രം ദ ഫ്രണ്ട്? മുൻപിൽ നിന്ന് മിഴി എത്രാമത്തെയാണ് നിൽക്കുന്നത്? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. ഹെയർ ബാൻഡ് ഇട്ടിട്ടുള്ളതാണ് മിഴി അല്ലേ? 1 2 3 4. 4ാമത് നിൽക്കുന്നതാണ് മിഴി. ഡെക്കറേറ്റ്. ആമി ആൻഡ് ഫ്രണ്ട്സ് ആർ ഡെക്കറേറ്റിംഗ് ദ ക്ലാസ് റൂം. മിഴി, we can cut like this to make festoons. How? Let me see. മിഴി, തോരണത്തിന് ഇതുപോലെ മുറിക്കാമെന്ന് ആമി പറയുകയാണ്. അപ്പോൾ മിഴി ചോദിക്കുകയാണ് എങ്ങനെയാന്ന് നോക്കട്ടെ. നമുക്ക് കാണിച്ചു തരാൻ പറയില്ലേ നമ്മൾ ഫ്രണ്ട്സിനോട്? അതുപോലെ തന്നെ. ഹൗ മെനി ഓൺ ദ ടേബിൾ? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4 5 6 7 8 9 10. 10 എണ്ണമാണ് ടേബിളിലുള്ളത്. ആഫ്റ്റർ കട്ടിംഗ് ഔട്ട് 2 more, 10 and 2 make 12. 10ൻ്റെ കൂടെ 2 എണ്ണം കൂടെ കട്ട് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്രയായി? 12. 10ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 11 കിട്ടി. 10ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ എത്രയാണ്? 12. എങ്ങനെയാണ് 12 എന്ന് എഴുതുന്നത്? 1 2 അങ്ങനെ എഴുതിയാൽ നമുക്ക് 12. കണ്ടില്ലേ? ഇതുപോലെയാണ് 12 എന്ന് എഴുതേണ്ടത്. ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ്. ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കണം അല്ലേ? 3 more to paste. Numbers should be pasted in order. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാനുള്ള ലെറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓർഡറിൽ അതിനെ നമ്പർ ഇട്ടിട്ടുണ്ട്.
1 2 3 4 5 6 7 8 9 10 11 12 13 വരെ നമ്പേഴ്സ് കാണുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ആദ്യം വരുന്നത് ഏതാണ്? എച്ച് ആണ് അല്ലേ? ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എച്ച് ആണ്. പിന്നെ ഉള്ളതോ? രണ്ടാമത് വരുന്ന അക്ഷരം എ ആണ്. മൂന്നാമത് വരുന്നതും നാലാമത് വരുന്നതും പി അല്ലേ? പി പി. വൈ വരുന്നത് അഞ്ചാമത്. അപ്പോൾ ഹാപ്പി എന്നായി. ഇനി ബർത്ത്ഡേ എന്നുകൂടി വേണം. അപ്പോൾ ഹാപ്പി എന്ന് എഴുതിയതുപോലെ തന്നെ ബർത്ത്ഡേ എന്നുള്ളത് നിങ്ങൾ നമ്പർ ഓർഡറിൽ എഴുതി നോക്കുക. അപ്പോൾ അക്ഷരങ്ങളും അതുപോലെ തന്നെ കറക്റ്റായിട്ട് വരും. അങ്ങനെ ഹാപ്പി ബർത്ത് എന്നുവരെ എത്തിയിട്ടുണ്ട് അല്ലേ? എത്ര ലെറ്റേഴ്സാണുള്ളത്? 10 ലെറ്റേഴ്സാണ് അവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. റിമൈനിങ് കാർഡ്സ് ടു പേസ്റ്റ്. ഇനി 3 കാർഡ് കൂടി വേണം. ഏതാണ് ഇനി വരുന്നത്? ബർത്ത് വരെ എത്തിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത് ഡേ വേണം അല്ലേ? DAY. അപ്പോൾ ഇനി 3 അക്ഷരങ്ങൾ കൂടി വേണം. അപ്പോൾ 10 and 3 മേക്ക് എത്രയാണ്? 13. 13. അപ്പോൾ 13 എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? 1 3. നമ്മൾ 10 പഠിച്ചു, 11 പഠിച്ചു, 12 പഠിച്ചു, 13 പഠിച്ചു അല്ലേ? 10ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 11, 2 കൂട്ടിയാൽ 12, 3 കൂട്ടിയാൽ 13. എന്നാൽ ഇനി 1 തുടങ്ങി 13 വരെ ഒന്ന് എഴുതി നോക്കൂ. 1 2 3 4 5 6 7 8 9 10 11 12 13. ലെറ്റ്സ് ലൈറ്റ് ക്യാൻഡിൽസ്. മെഴുകുതിരി കത്തിക്കാൻ പോവുകയാണ് അല്ലേ? നമ്പർ ഓഫ് ക്യാൻഡിൽസ് ഇൻ ദ പാക്കറ്റ്. ആ ക്യാൻഡിൽസിൻ്റെ പാക്കറ്റിലുള്ളത് 10 ആണ് അല്ലേ? അതുപോലെ തന്നെ പുറത്തോ? ഔട്ട്സൈഡ് 1 2 3 4. 4 എണ്ണമാണുള്ളത്. 10 and 4 മേക്ക് 14. 10ഉം 4ഉം കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 14. 14. കണ്ടില്ലേ? ഇങ്ങനെയാണ് 14 എന്ന് എഴുതുന്നത്. 1 4 14. ബർത്ത്ഡേ കേക്ക്. പീസസ് ഓഫ് കേക്ക്. ഹൗ മെനി മോർ പീസസ് മസ്റ്റ് ബി കട്ട് ടു ഗിവ് എവരിവൺ എ പീസ്. ബർത്ത്ഡേ കേക്ക് പീസായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലേ? എത്രയാണത്? 1 2 3 4 5 6 7 8 9 10 പീസസ് ആണ് ഉള്ളത്. ഹൗ മെനി മോർ പീസസ് മസ്റ്റ് ബി കട്ട് ടു ഗിവ് എവരി വൺ എ പീസ്. എല്ലാവർക്കും ഒരു പീസ് വെച്ചെടുക്കുകയാണെങ്കിൽ ഇനി എത്ര പീസ് കട്ട് ചെയ്യേണ്ടി വരും? ഒന്ന് കൗണ്ട് ചെയ്തു നോക്കൂ. ടീച്ചർ അടക്കം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. 15 പേരാണുള്ളത്. അപ്പോൾ എത്ര പീസ് വേണം? 5 പീസ് കൂടി വേണം. 10 and 5 make 15. Hence, they wore flower-shaped mask and got ready for the dance. എല്ലാവരും ഫ്ലവർ ഷേപ്പുള്ള മാസ്ക് ഇട്ട് റെഡിയായി ഡാൻസിന്. ഹൗ മെനി ഫ്ലവേഴ്സ്? എത്ര ഫ്ലവേഴ്സ് ആണുള്ളത്? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. എത്ര ഫ്ലവേഴ്സ് ആണുള്ളത്? 1 2 3 4 5 6 7 8 9 10 ഫ്ലവേഴ്സ് ആണുള്ളത്. ആർ ദർ ഇനഫ് മാസ്ക് ഫോർ ഓൾ? ഹൗ മെനി മോർ നീഡഡ്? എത്ര പേരാണ് അവരുള്ളത്? അവർ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ആണ് ഉള്ളത് സ്റ്റുഡൻസ് അല്ലേ? അപ്പോൾ ഇനി എത്ര മാസ്ക് കൂടി വേണം? 6. 10 and 6 make 16. 16. Gift to friends. I will give you all paper flowers I have made. ആമി പറയാണ്, ഞാൻ ഉണ്ടാക്കിയ ഈ പേപ്പർ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. അപ്പോൾ എത്ര പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 പ്ലസ് വേറെ 1 2 3 4 5 6 7 10 ഒരു കൂട്ടമുണ്ട്, പിന്നെ ഒരു 7 എണ്ണം ഉണ്ട്. അപ്പോൾ 10 and 7 മേക്ക് 17. 17. കണ്ടില്ലേ? ഇങ്ങനെയാണ് 17 എന്ന് എഴുതേണ്ടത്. 1 7 17. 17. ഇനി കൗണ്ട് ചെയ്യാനാണ്. ആദ്യത്തേത് ഡക്കാണ് അല്ലേ? എത്രയാണ്? 1 2 3 4 5 6 7 8 9 10. ആദ്യത്തെ സെക്ഷൻ 10 ആണുള്ളത്. അടുത്തത് 1 2 3 4 5 6 7 8. 10 and 8 make 18. 18. 10 plus 8 equal to
18. അടുത്തത് എത്രയാണ്? 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9. 10 plus 9 equal to 19. 19. Ice cream. Ami's mother brought the ice cream. ആമിയുടെ അമ്മ ഐസ്ക്രീം വാങ്ങി. ഹൗ മെനി കപ്സ് ഇൻ ദ ഫസ്റ്റ് ബോക്സ്? എത്രയാണ് ആദ്യത്തെ ബോക്സിലുള്ളത്? ഹൗ മെനി ഇൻ ദ സെക്കൻഡ് ബോക്സ്? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഫസ്റ്റ് ബോക്സിലുള്ളത് 10 10 സെക്കൻഡ് ബോക്സിലോ 1 2 3 4 5 6 7 8 9 10. എത്രയാണ്? സെക്കൻഡ് ബോക്സിലും 10 ആണ്. ഹൗ മെനി കപ്സ് ഇൻ ടോട്ടൽ? അപ്പോൾ ടോട്ടൽ എത്രയാണ്? 10 ആൻഡ് 10 മേക്ക് 20. ആദ്യത്തെ ബോക്സിൽ 10 ഉണ്ട്, രണ്ടാമത്തെ ബോക്സിലും 10 ഉണ്ട്. രണ്ടും കൂട്ടുമ്പോൾ എത്ര കിട്ടി? 10 ആൻഡ് 10 മേക്ക് 20. 20. നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. കണ്ടില്ലേ? അപ്പോൾ എങ്ങനെയാണ് 20 എന്ന് എഴുതേണ്ടത്? 2 0 20. 10 എന്ന് എഴുതേണ്ടത് 1 0 10 10 2 0 20 20. 10 little birdies on a bow. One more joined them. How many now? 10 കിളികളാണ് ഉണ്ടായിരുന്നത്. ഒരാൾ കൂടി ജോയിൻ ചെയ്തപ്പോൾ 10 ആൻഡ് 1 മേക്ക് 11. 11 little birdies on a bow. One more joined them. How many now? 11 പേരാണ് ഉണ്ടായിരുന്നത്. ഒരാൾ കൂടി ജോയിൻ ചെയ്തപ്പോൾ എത്രയാണ്? 12. 12. ഇത് കംപ്ലീറ്റ് ചെയ്യണം. 10 ആൻഡ് 1 മേക്ക് 11. 11 ആൻഡ് 1 മേക്ക് 12. 12 and 1 make 13. 13 and 1 make 14. 14 and 1 make 15. 15 and 1 make 16. 16 and 1 make 17. 17 and 1 make 18. 18 and 1 make 19. 19 and 1 make 20. Who is hiding? Join the dots from 1 to 20. It's Ami's birthday present. Find out and color. 1 മുതൽ 20 വരെ നമ്മൾ ലൈൻ ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു പിക്ചർ അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കണം. ലെറ്റ്സ് പ്ലേ. ഈച്ച് റോ ആൻഡ് കോളം ഷുഡ് ഹാവ് ദ നമ്പേഴ്സ് ഫ്രം 1 to 4. ഓരോ കോളത്തിലും ഓരോ റോയിലും നോക്കുമ്പോൾ 1 മുതൽ 4 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ആദ്യത്തെ റോയിൽ 1 എന്ന് തന്നിട്ടുണ്ട്, പിന്നെ 3 കോളം ബ്ലാങ്ക് ആണ്. അതുപോലെ താഴത്തേക്ക് നോക്കൂ, കോളം നോക്കൂ, 1 3 പിന്നെ തന്നിട്ടില്ല അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ്? ഓരോ റോയിലും ഓരോ കോളത്തിലും 1 മുതൽ 4 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ എങ്ങനെ ഫില്ല് ചെയ്യാം? ആദ്യത്തെ വരി നോക്കൂ, 1 2 4 3 എന്നാണ്. അതുപോലെ താഴത്തേക്ക് നോക്കുമ്പോഴും അതിലെല്ലാം 1 2 3 4 എന്നുണ്ടാവും. അപ്പോൾ ഓരോ ലൈനും അതുപോലെ തന്നെ ഓരോ കോളംസും ഇതുപോലെ ഫില്ല് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് കളർ. ലുക്ക് അറ്റ് ദ നമ്പർ ആൻഡ് കളർ ദാറ്റ് മെനി സ്ക്വയേഴ്സ്. 15 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ കൗണ്ട് ചെയ്ത് 15 കോളത്തിലാണ് നമ്മൾ കളർ കൊടുക്കേണ്ടത്. ആ സ്ക്വയർ കണ്ടില്ലേ? അതിൽ 15 ആണ് നമ്മൾ കളർ കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് കളർ കൊടുക്കൂ. പിന്നെ പറഞ്ഞിരിക്കുന്നത് 17 ആണ്. അപ്പോൾ 17 കോളത്തിൽ കളർ കൊടുക്കണം. പിന്നെ 16, അതുപോലെ തന്നെ 18, പിന്നെയോ കൗണ്ട് ചെയ്തിട്ട് 20, 19 ഇത്രയും കോളത്തിൽ കൂടി കളർ കൊടുക്കണം. കണ്ടില്ലേ? 20 ആണ് കൊടുത്തിരിക്കുന്നത്, ഇത് 19. അപ്പോൾ എല്ലാവരും ആ തന്നിരിക്കുന്ന സ്ക്വയർ എണ്ണി നോക്കി വേണം കളർ കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സ്മോളർ ടു ലാർജർ നമ്മൾ എഴുതണം. എങ്ങനെയാണ്? 15, 16, 17, 18, 19, 20. അപ്പോൾ നമ്മൾ ഇതുവരെ 1 to 20 വരെ നമ്പേഴ്സ് പഠിച്ചു. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20.
9 വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിരുന്നു അല്ലേ പഠിച്ചിരുന്നത്. ഇന്ന് നമ്മൾ പഠിച്ചത് 10 മുതലാണ്. 10 10, 11 11, 12 12, 13 13, 14 14, 15 15, 16 16, 17 17, 18 18, 19 19, 20 20. ഓക്കെ ഡിയേഴ്സ്, നിങ്ങൾക്ക് കുറച്ച് വർക്ക്ഷീറ്റ് കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുകൂടി ചെയ്ത് നോക്കണം. Okay dears, complete your textbook activities and this activities also. Study well. See you in next class. Thank you.